കൂതറ ഫൈറ്റ്, പിന്നെ അതിനകത്തുള്ള ബ്ലാസ്റ്റിക് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരുമാതിരി ക്ഷീണിച്ചു പോയി, ഉള്ള കാര്യം പറയാലോ. ആദ്യം ഇവര് പിന്നെ അങ്ങോട്ട് വെച്ചിട്ട് ഭയങ്കര അടി. നമസ്കാരം. വാർ 2 വൃത്തികെട്ട പടം, കൂറപ്പടം, ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും ഒരു ലോജിക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു കൂറ സിനിമ. ചെന്നിരുന്ന ആളുകളുടെ സമയം മെനക്കെടുത്തിയ ഒരു വൃത്തികെട്ട പടം. എന്തൊക്കെയോ കാണിക്കുക. അത് പറയുന്ന കാര്യത്തിനോ ചെയ്യുന്ന കാര്യത്തിനോ ഒന്നും ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സ്പൈ യൂണിവേഴ്സ് ആണെന്ന് പറഞ്ഞ് എന്തും അങ്ങ് കാണിക്കുക. അങ്ങനത്തെ വൃത്തികെട്ട ഒരു കൂറപ്പടം. അത് ക്ലാഷിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്. സിനിമയ്ക്കകത്ത് എന്തോ എടുത്ത് വെച്ചേക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് നമുക്ക് കണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും അതിനകത്തൊന്നും വേണ്ടേ? ഇതങ്ങനെ ഒന്നുമില്ല. അവർക്ക് തോന്നിയത് പോലെ അങ്ങ് ചെയ്യുക. എന്തൊക്കെയാ കാണിക്കുന്നത്? പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തരാം. സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ജപ്പാനിലാണ് പിന്നെ ഋതിക് റോഷന്റെ എൻട്രി വരുന്നത്. തുടക്കത്തിൽ തന്നെ ഋതിക് റോഷന്റെ എൻട്രി കാണിക്കുന്നുണ്ട്. എൻട്രിക്ക് ശേഷം ഈ ജാപ്പനീസിലെ അവരുമായിട്ട് ഒരു കൂറ ഫൈറ്റ് എന്ന കച്ചറ ഫൈറ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. കച്ചറ ഫൈറ്റ് കൊറിയോഗ്രാഫി. അവിടെ മുതൽ പിന്നെ അതിനകത്തൊരു ചെന്നായൊക്കെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ VFX ഒക്കെ കാണണം. അവിടെ മുതൽ സിനിമ കൈവിട്ട് പോയെന്ന് എനിക്ക് തോന്നിയതാണ്. അവിടെ മുതൽ തന്നെ. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അതൊക്കെ ഫൈറ്റ് ചെയ്തേക്കുന്ന രീതികളെല്ലാം, അത് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന എല്ലാം വൃത്തികെട്ട രീതിയിലാണ്. ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ എന്തൊക്കെ. അത് അതിനിടയ്ക്ക് ബ്ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതിന്റെ VFX ഒക്കെ അത് കാണണം. എന്റെ പൊന്നോ, കൈൻ മാസ്റ്റർ ചെയ്യാൻ പറ്റും ഇതിൽ നല്ല VFX. അതുപോലത്തെ പരിപാടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്? ഈ പറയുന്ന സ്പീഡ് ബോട്ട് F1 റേസിംഗ് ട്രാക്കിലൂടെ ഓടിക്കുക. സ്പീഡ് ബോട്ട് F1 റേസിംഗ് ട്രാക്കിലൂടെ ഓടിക്കുന്നു. മരിച്ചുപോയ ആളെ തിരിച്ചു വരുന്നു. അതെങ്ങനെ വരുന്നു എന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ല. എന്തൊക്കെ അത് അവരുടെ യൂണിവേഴ്സിൽ, സ്പൈ യൂണിവേഴ്സിൽ നടക്കുമായിരിക്കും. അങ്ങനെ ഒരുമാതിരി ക്ഷീണിച്ചു പോയി, ഉള്ള കാര്യം പറയാലോ. സിനിമ ഇത് കണ്ട് 2.25 മണിക്കൂറുള്ള സിനിമയാണ്. ഇത് കണ്ട് തീർത്ത പാട് നമുക്കറിയാം. കണ്ടിട്ടുള്ളവർക്കറിയാം എത്രത്തോളം ഒരു ദാരുണമായ അവസ്ഥയാണ് സിനിമ കഴിഞ്ഞപ്പോഴെന്നുള്ളത്. വയ്യാതായി, മൊത്തത്തിൽ വയ്യാതായി. കാരണം അത്ര മാത്രം ഇട്ട് ടോർച്ചർ ചെയ്ത ഈ സിനിമ. ഈ സിനിമയ്ക്കകത്ത് കാണിക്കാത്ത സ്ഥലങ്ങളില്ല. ഇന്ത്യ ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും, ദുബായ് ഉണ്ട്, പാരീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു സ്ഥലം ഇങ്ങനെ കാണിക്കുന്നു, ഒരു വൈഡായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നു, എന്നിട്ട് അവിടുത്തെ ആളിനെ കൊല്ലുന്നു. ഇതാണ് ഇതിനകത്തെ ഓരോ സ്ഥലത്തിനെ കാണിക്കുന്നത്. അതിനകത്ത് പിന്നെ ഇതിന്റെയൊക്കെ എന്തൊക്കെയാ അവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഖാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ ഖാലി എന്നൊന്നും സിനിമയ്ക്കകത്തൊന്നും പറയുന്നില്ല. കുറെ നേരമായിട്ട് ഖാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖാലി ആരാണ്? ഖാലി എന്താണ് ചെയ്യുന്നത്? വില്ലന്റെ പേരാണെന്ന് തോന്നുന്നു. വില്ലന്റെ പേരെന്ന് വെച്ചാൽ മെയിൻ വില്ലനകത്ത് NTR ആണ്. NTRന്റെ കാര്യം ഞാൻ പറയാം. തുടക്കത്തിലെ യാതൊരു സീനുണ്ട്. കിയാര അദ്വാനിയുടെ അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ചിത കത്തിച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന മകളുമായിട്ട്, അച്ഛനും മകളുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉള്ള സമയമൊന്നുമല്ല. നല്ല ബന്ധത്തിൽ പോകുന്ന മകൾക്ക് പൈലറ്റിന്റെ അവാർഡൊക്കെ വാങ്ങിച്ചതിൽ ഒരുപാട് അഭിമാനിക്കുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നിമിഷത്തിൽ അച്ഛൻ മരിച്ചു പോകുമ്പോൾ ആ ചിത കത്തിച്ചേച്ച് ഇന്ന് ഇങ്ങനെ കൂളായിട്ട് നിന്ന് സംസാരിക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ആലോചിക്കാൻ കഥയുടെ ഗതി എന്തോന്നുള്ളത്. അതുപോലെ ഈ NTRും ഋതിക് റോഷനും തമ്മിലുള്ള ബന്ധം എന്തുവാ? ഇവര് ഫ്രണ്ട്സ് ആണോ, ശത്രുക്കളാണോ, ഗേ കപ്പിൾസ് ആണോ? ഇതിനകത്ത് അതൊന്നും മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന എല്ലാ രീതിയിലൂടെയും ഈ സിനിമയിലെ ഈ രണ്ട് കഥാപാത്രം കടന്നു പോകുന്നുണ്ട് താനും. ആദ്യം ഇവര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി. അത് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ കപ്പിൾസ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ഡാൻസ് നമ്പറും കാര്യങ്ങളും എല്ലാം, പിന്നെ അവിടെ സംസാരിക്കുന്ന രീതിയും അവിടെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഒരു ഗേ കപ്പിൾസിന്റെ കൂട്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ത്രൂ ഔട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവരെ ഏത് രീതിയിലുള്ള ബന്ധമാണ് ഇവരുടെ എന്നുള്ളത്. കാരണം അവസാനം വരുമ്പോഴേക്കും ഇതങ്ങനെ തന്നെയാണ് വരുന്നത്. അവസാനത്തെ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴും എനിക്കെന്തോ ഇവരുടെ ബന്ധം എന്തോ ആണ്. കഥയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തൊക്കെയോ കാണിക്കുക, ആരാണ്ടൊക്കെയോ കൊല്ലുന്നു, ആരെയൊക്കെ ചേസ് ചെയ്യുന്നു, അവരെ ആരാണ്ടൊക്കെ വന്ന് രക്ഷിക്കുന്നു. എന്തുവാണ് കാര്യം? എന്തിനാണ് കൊല്ലുന്നത്? ഇവരുടെ മിഷൻ എന്തുവാണ്? ഇതൊന്നും ജനങ്ങളിലേക്ക് അറിയിക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ കാണിച്ച് എന്തൊക്കെയോ കാണിച്ചിങ്ങനെ പോകുന്നു. സ്പൈ യൂണിവേഴ്സ് ആണല്ലോ, അപ്പൊ എന്തും കാണിക്കാമല്ലോ. ഇന്ത്യ ഫസ്റ്റ്.
ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് പല ആളുകളും കൊല്ലുന്നതും പല കാര്യങ്ങളിൽ നിന്നും ഇവർ വ്യതിചലിക്കുന്നതും എല്ലാം ഈ ഒരു ഒറ്റ ഡയലോഗ്. ഇന്ത്യാസ് ഫസ്റ്റ്. ഋതിക് റോഷന്റെ എൻട്രിക്കകത്തുള്ള പിന്നെ കച്ചറ എന്തോന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കച്ചറയാണ് NTRന്റെ എൻട്രിക്കകത്തും. NTRന്റെ എൻട്രി കഴിഞ്ഞിട്ടുള്ള ഫൈറ്റും എന്തൊക്കെയോ ഈ കൂതറ ഫൈറ്റും പിന്നെ അതിനകത്തുള്ള ബ്ലാസ്റ്റിക് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് കാർട്ടൂണിഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്തെ ബ്ലാസ്റ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഈ ഫൈറ്റ് എന്തൊക്കെയോ ചെയ്ത് ഇവർ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്, NTRന്റെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊന്നും ഈ സിനിമയ്ക്കകത്ത് എവിടെയും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ബന്ധങ്ങൾ എന്തുവാണെന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പിന്നെ ഈ പറയുന്ന അച്ഛനെ കൊന്ന ആളുടെ കൂടെ ആളെ പിന്നെ ആദ്യം വെടിവെക്കാൻ പോകുന്നു നായിക, അതിനുശേഷം ഈ പറയുന്ന അയാളുടെ കൂടെ പ്രണയിക്കുന്നു, പിന്നെ വീണ്ടും ശത്രുക്കളാവുന്നു, പിന്നെ വീണ്ടും എന്തൊക്കെയോ കാണിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു കഥ, ഒരു ലക്കും ഒന്നും സംഭവിക്കുന്നില്ല. അച്ഛനെ കൊന്ന ആളാണെന്ന് ആലോചിക്കണം, അയാളുടെ കൂടാണ് ഇങ്ങനെ പറയുന്നത്. അതിനവർ പറയുന്ന ന്യായം എന്താണ്? ഇന്ത്യ ഫസ്റ്റ്. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറെ കൂതറ പാട്ടുകളും അതുകൂടാതെ ഉള്ള BGMഉം അതും ഇതെല്ലാമായിട്ട് ഒരുമാതിരി വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. ഹൈ വോളിയം BGM ആയിരുന്നു. എന്തായാലും ഒരു വല്ലാത്ത അവസ്ഥയാണ് ഈ സിനിമ കണ്ടു തീർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് കണ്ട 2 സിനിമകളും കൂലിയുടെ കാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം അവിടെ ഈ പറയുന്ന ലോകേഷ് കനകരാജ് ആയിരുന്നു. ആ സിനിമ ഒരിക്കലും മോശമാവുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല. 6 മണിക്കത്തെ ഷോയ്ക്ക് പോയതാണ്. അപ്പൊ 6 മണിക്കത്തെ ഷോയ്ക്ക് പോകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഷോ കാണാൻ പോകുന്നത്, രാവിലെ പോകുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന നിരാശയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, വെരി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്താണ് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്നുള്ളത്. ഇനി ഇത് കൂടാതെ അടുത്ത വരുന്നുണ്ട് YRF സ്പൈ യൂണിവേഴ്സിന്റെ അടുത്ത അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ആൽഫ. അതിന്റെ ചെറിയൊരു ഗ്ലിംസിനകത്ത് കാണിച്ചിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. എത്ര കാലം തൊട്ട് തുടങ്ങിയതാണ്, 2012-13 കാലഘട്ടത്തിൽ തുടങ്ങിയാണ് ഈ സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ പിന്നെ പൊട്ടത്തരം കാണിക്കാനായിട്ട്. വെറും മാലിന്യ സിനിമകൾ. അതിനകത്ത് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, എയ്റ്റ് ടയർ വന്നിട്ടുണ്ട്, ടൈഗേഴ്സിന്റെ വന്നിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം സിനിമകൾ ഇങ്ങനത്തെ പൊട്ടപ്പടങ്ങളാണ് ഇതിനകത്ത് മറ്റേ പട്ടാന്റെയും പിന്നെ എന്തുവാ ടൈഗറിന്റെ ഒക്കെ റെഫറൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ, അത് യൂണിവേഴ്സ് ആണല്ലോ, അപ്പൊ അത് കാണിക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുക. ഒരു ലോജിക്കും ഇല്ല, ഒന്നുമില്ല. എല്ലാം കൊണ്ടും വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു സിനിമ. അതാണ് വാർ 2.